ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വമ്പൻ ട്വിസ്റ്റ് നടക്കുകയാണ് ബിഗ് ബോസ് ഹൗസിൽ. എന്താണെന്നല്ലേ? മിഡ് വീക്ക് എവിക്ഷൻ, പിന്നെ വീക്ക്ലി എവിക്ഷൻ, പിന്നെ ബിഗ് ബോസ് നിർത്തുന്നു എന്ന ബിഗ് ബോസിന്റെ ഒരു ഭീഷണിയും. എന്തിന്, എന്തുകൊണ്ട്? ഏതായാലും വീഡിയോക്കുള്ളിൽ പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ്, ലൈക്ക്, കമന്റ് ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ഏതായാലും ബിഗ് ബോസ് എല്ലാവരോടും ലിവിംഗ് റൂമിൽ ഇരിക്കാൻ പറയുന്നുണ്ട്. എന്നിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട്, പ്രധാന അറിയിപ്പാണ്, സീസൺ 7 താൽക്കാലികമായി ഇവിടെ നിർത്തുന്നു എന്ന്. ഏതായാലും അത് കേട്ട് എല്ലാവരും ഞെട്ടുന്നുണ്ട്. മുഖമൊക്കെ അങ്ങ് വല്ലാതാകുന്നുണ്ട്. നിറയെ പ്രതീക്ഷകളോടെ ബിഗ് ബോസ് ഹൗസിൽ വന്നതല്ലേ. ഇനി എന്താണ് കാരണമെന്നല്ലേ? ലാലേട്ടൻ കുറേ പ്രാവശ്യം വാണിംഗ് കൊടുത്തിട്ട് പോലും ഉപയോഗിക്കാൻ പാടില്ലാത്ത ആ സാധനങ്ങളൊക്കെ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നു. മേക്കപ്പ് സാധനങ്ങളും മറ്റുമൊക്കെയാണ്. ഇന്ന് രാവിലെ തന്നെ വാഷ്റൂമിൻ്റെ അടുത്ത് വന്നിട്ട് ജിസയിൽ ലിപ്സ്റ്റിക് ആണെന്ന് തോന്നുന്നു, അത് ഇടുന്നുണ്ട്. ഇതിനു മുൻപും 2-3 പ്രാവശ്യം വിലക്കിയതാണ് ജിസയിലിനെ. എന്നിട്ടും ഒരു കൂസലുമില്ലാതെ അത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ് ജിസയിൽ. അങ്ങനെ പലരും അവിടെ നിയമലംഘനം നടത്തുന്നുണ്ട്. ബാഡ്ജ് കയ്യിലുള്ളവർ ബാഡ്ജ് കയ്യിലില്ലാത്തവർക്ക് അവരുടെ സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ബിഗ് ബോസിൻ്റെയും മോഹൻലാലിൻ്റെയും വാക്കിന് പുല്ലുവിലയാണ് കൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു. ഇനി ആരും നിയമലംഘനം നടത്തില്ല എന്ന് ഉറപ്പ് കൊടുത്താൽ മാത്രമേ ബിഗ് ബോസ് തുടരുകയുള്ളൂ എന്നും പറഞ്ഞു. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ ഷാനവാസിന്റെ നേതൃത്വത്തിൽ എല്ലാവരും ചേർന്ന് ബിഗ് ബോസിന് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. ഒളിപ്പിച്ചു വെച്ച മേക്കപ്പ് സാധനങ്ങളൊക്കെ എടുത്ത് ടേബിളിൽ വെക്കുന്നുണ്ട്. പിന്നെ ഇനി വരുന്ന ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ മിഡ് വീക്ക് എവിക്ഷനാണ്. ഇത് വോട്ടിൻ്റെ അടിസ്ഥാനത്തിലല്ല ഈ എവിക്ഷൻ നടക്കുക, ടാസ്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിന് 6 പേരെ സെലക്ട് ചെയ്യണം. വീട്ടുകാർ അങ്ങനെ എല്ലാവരും കൂടി 6 പേരെ സെലക്ട് ചെയ്യുന്നുണ്ട്. 15 വോട്ടോടുകൂടി അനീഷാണ് മുന്നിൽ. പിന്നെ 12 വോട്ടോടുകൂടി രേണു, 11 വോട്ടോടുകൂടി ഓണിയൻ, 9 വോട്ടോടുകൂടി റെന ഫാത്തിമ, 7 വോട്ടോടുകൂടി സരിക. ഈ 6 പേരിൽ 2 പേർ ചൊവ്വാഴ്ചക്കും വ്യാഴാഴ്ചക്കും ഇടയിലായി 2 പേര് മിഡ് വീക്ക് എവിക്ഷൻ വഴി ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തേക്ക് പോകുന്നതായിരിക്കും. പിന്നെ സാധാരണ പോലത്തെ വീക്കെൻഡ് എവിക്ഷനും ഉണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ 2 ടൈപ്പ് നോമിനേഷൻ ബിഗ് ബോസ് ഹൗസിൽ വരുന്നത്. അങ്ങനെ നോർമൽ വീക്കെൻഡ് എവിക്ഷനിൽ 11 പേരാണ് സെലക്ട് ആയിട്ടുള്ളത്. ഏതായാലും മിഡ് വീക്ക് എവിക്ഷനും വീക്കെൻഡ് എവിക്ഷനും ചേർന്ന് ആകെ 17 പേര് നോമിനേഷനിൽ വന്നിരിക്കുകയാണ്. ഇതിൽ ഒരാൾ മാത്രമേ നോമിനേഷൻ ലിസ്റ്റിൽ വരാതെയുള്ളൂ. ആരാണെന്നല്ലേ? അഭിലാഷ്. ആകെ ഒരാൾ മാത്രം ബിഗ് ബോസ് ഹൗസിൽ. പിന്നെ നെക്സ്റ്റ്, ഏതായാലും എല്ലാവർക്കും നല്ല കനത്തിലുള്ള 8ൻ്റെ പണി തന്നെയാണ് ബിഗ് ബോസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവിടെ സേഫ് ഗെയിമൊക്കെ കളിച്ച് ലാസ്റ്റ് ഡേ വരയ്ക്കും പിടിച്ചു നിൽക്കാമെന്നൊന്നും ആരും വിചാരിക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.